നമസ്കാരം. ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. അതിനിർണായക തിരച്ചിലിലേക്കാണ് കർണാടക സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പുത്രനായ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു. നിർണായകമായ ചില തെളിവുകൾ, ചില സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തര കന്നഡയിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചതും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ വിങ്ങാവലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തി ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ കൂടി കണ്ടെടുത്തതായിട്ടുള്ള വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ലോറിയെ കൂടാതെ മറ്റ് ഒരു വാഹനത്തിൻ്റെ അവശേഷിപ്പ് കൂടി ഈ മേഖലയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ലോറി കൂടി അർജുൻ്റെ ലോറിക്കൊപ്പം തന്നെ മണ്ണിനടിയിൽ ആഴ്ന്നു പോയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6ാം തവണ ലോറിയിൽ കൃത്യമായി തന്നെ ആ കൊളുത്ത് എത്തിച്ചേർന്നതുകൊണ്ട് നിർണായകമായ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തിയതായി ഈശ്വർ മാൽപെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തിയ 2 ടയറുകളുടെ ഭാഗം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇത് അർജുൻ ഓടിച്ച ലോറിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് അധികൃതരടക്കം പറഞ്ഞത്. നാവികസേന CP4 എന്ന് അടയാളപ്പെടുത്തിയ മേഖലയിൽ നിന്നും 30 മീറ്റർ അകലെയാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെടുത്തത്. ഏകദേശം 15 അടി താഴ്ചയിലാണ് ഇത് കിടന്നതായി ഈശ്വർ മാൽപെ വ്യക്തമാക്കുന്നത്. ലോറി തലകീഴായി മറിഞ്ഞു കിടക്കുകയാണെന്നും അത് പുറത്തെടുത്താൽ മാത്രമേ അത് ആരുടെ ലോറി എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ലഭിക്കൂവെന്നു കൂടിയാണ് മനാഫ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ട്രക്കിന്റെ ലോകഭാഗങ്ങളും കയർ കഷ്ണവും ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് വിശദമായ തിരച്ചിൽ പിന്നീട് നടത്തിയത്. മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേരുണ്ട്. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ചത്. ജൂൺ 16-ാം തീയതിയാണ് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് ലോറിയുമായി അർജുനെ കാണാതായത്. ശേഷം 2 മാസത്തിന് ശേഷമാണ് കൃത്യമായ ഒരു പുരോഗമനം ഉണ്ടാകുന്നത് പോലും. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഗംഗാവാലി പുഴയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇനി 2 ദിവസത്തോളം ഇത് നീണ്ടു നിൽക്കും. അതിനുശേഷം കാര്യമായ രീതിയിൽ ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഈ തിരച്ചിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന സങ്കടകരമായൊരു വാർത്ത നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. തിരച്ചിലിൽ ഇപ്പോൾ കണ്ടെത്തിയ വാഹനത്തിന്റെ ടയർ അർജുന്റെ ലോറിയുടേതല്ല എന്നതിൽ ഏകദേശ സ്ഥിരീകരണവും ഇതോടുകൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് ടാങ്കർ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതായിട്ടാണ് AKM അഷ്റഫ് MLA പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പുഴയിൽ ഒരു ടാങ്കർ ലോറി കൂടി അകപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഒരു ബുള്ളറ്റ് പുഴയിലൂടെ ഒഴുകിപ്പോയതും ഒരു മേഖലയിൽ വെച്ചത് തീരത്തടിഞ്ഞതുമായിട്ടുള്ള വാർത്ത ലഭിച്ചത്. ഒരുപക്ഷെ ആ ലോറിയുടേതായിരിക്കാം മറ്റ് അവശിഷ്ടമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ലോറി ഉടമ മനാഫും ഇക്കാര്യം തന്നെ വ്യക്തമായി പറയുകയാണ്. ഇന്നത്തെ തിരച്ചിലിൽ സ്റ്റിയറിംഗും ക്ലച്ചും 2 ടയറിന്റെ ഭാഗങ്ങളുമാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. സ്റ്റിയറിംഗ് കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിൽ വീണ്ടും നടത്തിയിരുന്നു. ഈശ്വർ മാൽപെയും സംഘവും പുഴയിലിറങ്ങി തിരച്ചിൽ ഇതുപോലെ നടത്തുമ്പോൾ സംശയം തോന്നുന്ന മേഖലയിലൊക്കെ തന്നെ കൊളുത്തിടുകയാണ്. അതനുസരിച്ചുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പുഴയിൽ നിന്നും അക്വേഷ്യ മരകഷ്ണങ്ങൾ ഈശ്വർ മാൽപെ കണ്ടെത്തിയിരുന്നു. അത് അർജുന്റെ ലോറിയിൽ കൊണ്ടുവന്ന തടികളാണെന്ന് ലോറി ഉടമ കൃത്യമായി തന്നെ സ്ഥിരീകരിച്ചു. അതുകൊണ്ട് ഒന്നും പുഴ വിട്ട് പുറത്ത് പോയിട്ടില്ല. ഒഴുക്കിലൂടെ ഒന്നും തന്നെ മറ്റെങ്ങും പോകാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് കടക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ നിലവിലുണ്ടായിരുന്നു. അർജുൻ്റെ സഹോദരി അഞ്ജു രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മാധ്യമങ്ങളോട് നൽകിയിരുന്നു. രാവിലെ വേലിയേറ്റ സമയത്ത് പുഴയിൽ അല്പം വെള്ളം കൂടുതലായിരുന്നുവെങ്കിലും പിന്നീട് കാലാവസ്ഥ അനുകൂലമായി നിന്നു. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമായി മാറി. വെള്ളത്തിൻ്റെ അടിയൊഴുക്കും മറ്റും കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈശ്വർ മാൽപെയും സംഘവും പുഴയിലേക്ക് ആഴ്ന്നിറങ്ങിയത്. NDRF സംഘവും സ്ഥലത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അർജുൻ്റെ സഹോദരി ഷിരൂരിലെത്തിയത്. ഇത് ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ്. ഇതുകൂടി പരാജയപ്പെട്ടാൽ, ഇതിലൂടെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ദൗത്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഉത്തര കന്നഡ കളക്ടർ M ലക്ഷ്മിപ്രിയയും ഇക്കാര്യത്തിലൂന്നി തന്നെയാണ് നിലകൊള്ളുന്നത്. ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കേണ്ടിയായി വരും. കാർവാറിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നതും അതിൽ ഒരു അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായി ഉരുത്തിരിഞ്ഞു വരുന്നതും. 3 ദിവസം തിരച്ചിൽ നടത്താനാണ് ഡ്രഡ്ജർ കമ്പനിയുമായിട്ടുള്ള കരാർ. ഗംഗാവാലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപെയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 6 മണി വരെയാണ് തിരച്ചിൽ അങ്ങനെ നടത്തിയത്. അർജുൻ ഓടിച്ച ലോറിയാണെന്ന് കരുതുന്ന ലോഹ സാന്നിധ്യം കണ്ട സ്ഥലം അടയാളപ്പെടുത്തി മണ്ണ് നീക്കാൻ കഴിയും വിധത്തിൽ ഡ്രഡ്ജറും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെ ക്യാബിൻ ഭാഗം എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ക്യാബിനിൽ അർജുന അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്യാബിൻ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നത്.
60 ടൺ ഭാരം വരെ ഡ്രഡ്ജറിൻ്റെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താൻ കഴിയും. അതിന് മുകളിൽ ഒരു കാരണവശാലും ക്യാബിന് ഭാരം ഉണ്ടാകില്ല എന്നുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വന്നാൽ ക്യാബിനടക്കം ഉയർത്തിയെടുക്കാനായി നമുക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കർണാടക പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.